അമേത്തി റായ്ബറേലി സീറ്റുകളിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരായിരിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് അമേത്തി റായ്ബറേലി സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരെന്ന് തീരുമാനമായിരിക്കുകയാണ്. യു പിയിലെ മിക്ക സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും അമേത്തി റായ്ബറേലി സ്ഥാനാർത്ഥികൾ ആരെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്നുള്ള വിവരമനുസരിച്ച് ഈ സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ഇതനുസരിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ കൂടാതെ അമേത്തിയിൽ നിന്ന് ജനവിധി തേടും. അതുപോലെ റായ്ബറേലിയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്നും തീരുമാനമായിരിക്കുകയാണ്. ഇനി ഔദ്യോഗിക അറിയിപ്പിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. തീരുമാനം ഉറപ്പായി. ഇതിന്മേലുള്ള ഔദ്യോഗിക അറിയിപ്പ് കേരളത്തിലെ ഏപ്രിൽ 26-നുള്ള വോട്ടെടുപ്പിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നാണ് അറിയുന്നത്. ഈ വാർത്ത അറിഞ്ഞ് BJP വിറളി പിടിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ എതിരാളി കെ സുരേന്ദ്രൻ ചോദിക്കുകയാണ്, राहुल गांधी जी अमेठी में भी कंटेस्ट कर रहा है. मैं राहुल गांधी जी को पूछना चाहता हूँ, क्या आप कृपया क्लैरिफाई करिए. आप अमेठी में लड़ते हो, आप क्लैरिफाई करिए. आप एक ईमानदारी राजनीतिक लीडर है तो आप क्लैरिफाई करिए. आप अमेठी में भी कंटेस्ट कर रहा है तो आप अमेठी में कंटेस्ट करने तो आप क्यों बोला वायनाड मेरा घर है वायनाड. पिछले दिन 2 दिन पहले आप इधर आया एंड बोला मेरा घर है वायनाड. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അമേത്തിയിലും മത്സരിക്കുന്നതെന്ന്, വയനാടാണ് തന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അമേത്തിയിലും എന്തുകൊണ്ട് മത്സരിക്കുന്നു എന്ന് തുറന്നു പറയണമെന്ന്. സുരേന്ദ്രൻ നോക്കുന്നത് രാഹുൽ അമേത്തിയിലും മത്സരിക്കുന്നു എന്നുള്ളത് പറഞ്ഞ് എങ്ങനെയും വയനാട്ടിൽ 10 വോട്ട് കൂടുതൽ നേടാൻ പറ്റുമോ എന്നാണ്. ഇതിന് മറുപടിയായി കോൺഗ്രസ് നേതാവ് सुरेंद्र राजपूत പറഞ്ഞത്, राहुल गांधी जी वायनाड से चुनाव लड़ रहे हैं, भारतीय जनता पार्टी के पेट में क्यों दर्द हो रहा है. कहां से लड़ेंगे, कैसे लड़ेंगे, परिवार कहते हैं. हाँ, वायनाड हमारा परिवार है, अमेठी भी हमारा परिवार है. चूंकि आप लोग तो परिवार वाले हैं नहीं, आप लोगों को तो रिश्ते पता नहीं है. വയനാടും കോൺഗ്രസിന്റെ കുടുംബമാണ്, അമേത്തിയും കോൺഗ്രസിന്റെ കുടുംബമാണ്. കുടുംബം ഉള്ളവർക്കേ അത് മനസ്സിലാവൂ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു എന്നതോർത്ത് വേവലാതിപ്പെടുന്നത്? മോദി 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടല്ലോ. ജനങ്ങളുടെ പ്രശ്നങ്ങളിന്മേൽ തിരഞ്ഞെടുപ്പ് നേരിടൂ. രാഹുൽ ഗാന്ധി എവിടെയൊക്കെ മത്സരിക്കുന്നു എന്നുള്ളതല്ല ജനങ്ങളുടെ പ്രശ്നമെന്ന്. ഇപ്പോൾ സ്മൃതി ഇറാനിക്ക് രാഹുലിനെ വെല്ലുവിളിക്കേണ്ട എന്ന് തോന്നുന്നുണ്ടാവും. തീർച്ച. ഒരു മൂപ്പിന് ചുമ്മാ ഏറിൽ ഒരു വെല്ലുവിളി തട്ടിവിട്ടത് അബദ്ധമായിരിക്കുന്നു. ഇതോടെ സ്മൃതി ഇറാനി അല്ലെങ്കിൽ വിസ്മൃതി ഇറാനി ആകുമെന്ന് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഹിന്ദി മേഖലയിൽ പ്രത്യേകിച്ച് UPയിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ആത്മവിശ്വാസം ഉച്ചസ്ഥായിയിൽ എത്തിക്കുന്നതാണ് ഈ തീരുമാനം. അമേത്തി റായ്ബറേലി സീറ്റുകളിൽ രാഹുലും പ്രിയങ്കയും മത്സരിക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ വലിയ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാവുമോ?